കണ്ടില്ലേ, നമ്മൾ മുമ്പ് നിന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നടന്ന് നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ഇന്നലെ ശരത്തേട്ടൻ നിന്ന ഫ്രെയിം അതായിരുന്നു, കേരള ഈസ് ഇൻവൈറ്റിംഗ്. നമ്മളൊരു സ്ഥലത്തേക്ക് ആദ്യം പോയിട്ട് പുറകെ വരുന്നവർ ഇതൊക്കെ ഇങ്ങനെ വാതോരാതെ പറഞ്ഞു കാണിച്ചു കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ ചാടി പുറപ്പെട്ടു വന്നത്. കേരള ഈസ് ഇൻവൈറ്റിംഗ്, കൊച്ചി ഇൻവൈറ്റ് ചെയ്തുമ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റുഡിയോയിൽ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിന്റെ മികവുകൾ അൺബോക്സ് കേരള 2025 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസകരമായിട്ട് കേരളത്തെ സംബന്ധിച്ച് ഇനിയും റിവീൽ ചെയ്യാനുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ. അകത്തൊക്കെ ഒരുപാട് സ്റ്റോളുകളുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും അകത്ത് നല്ല ഉഗ്രൻ സ്റ്റോളുകൾ, ഗംഭീരമായ സ്റ്റോളുകൾ. ഇന്നലെ ലൈവ് നടക്കുമ്പോൾ സാലിച്ചേട്ടൻ പറഞ്ഞു നമ്പർ 1 അത് ഇതിനുള്ളിൽ എവിടെയോ ഉണ്ട്. കണ്ടോ അത് നമ്പർ 1? യെസ്, കണ്ടു. ഞാൻ വൈകിട്ട് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ അത് പറയുകയും ചെയ്തു. ഞാനും സാലിയും കൂടെ കണ്ടപ്പോഴാണ് അത് എടുത്തു വെച്ചത്. അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ടോപ്പ് അച്ചീവർ നമ്പർ 1 എന്ന് അതിഗംഭീരമായൊരു 7 അടി പൊക്കത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ടത്തെ ചർച്ചയിൽ അതിൽ സംശയം പ്രകടിപ്പിച്ച് ഒരാൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അതുപോലെ വിദേശ മന്ത്രിമാരും ഒക്കെ വരുന്നൊരു ചടങ്ങിൽ കേരളം അത് ഓൺ ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളാണ് ടോപ്പ് അച്ചീവർ, രാജ്യത്തെ വ്യവസായ നിക്ഷേപ സൗഹൃദത്തിലെ 1ാമത്തെ സംസ്ഥാനം എന്ന് കേരളം അത് ക്ലെയിം ചെയ്യുന്നുവെങ്കിൽ, ഡിമാൻഡ് ചെയ്യുന്നുവെങ്കിൽ, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖാമൂലം കിട്ടിയ ഒരു അംഗീകാരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ ഒരു ഭാഗത്ത് വിനിഷ മാത്രമല്ല പ്രേക്ഷകരും സുഹൃത്തുക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. സജിയുടെ ക്യാമറ ഇങ്ങനെ പരക്കം പായുന്നുണ്ട്. ഇത് നമ്മുടെ ഈ പാർക്കിംഗ് ഏരിയയിലേക്കൊക്കെ രാവിലെ വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങി, പ്രതിനിധികളൊക്കെ എത്തുന്നു. രാവിലെ ഏതാണ്ട് ഇപ്പോൾ 7:20 7:30 ആയില്ലേ വിനിഷ? 8 മണി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുഖ്യ സംഘാടകനായിട്ടുള്ള മന്ത്രി രാജീവ് എത്തും, KSIDCയും ഉദ്യോഗസ്ഥരും എല്ലാവരും എത്തും. പ്രതിനിധികളെല്ലാം ഈ പരിസരങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത്. അവരെല്ലാവരും വീണ്ടും രാവിലത്തെ ഒരുപാട് സെഷൻസ് ഉണ്ട്. ആ സെഷൻസിലാണ്, അതിനുശേഷമാണ് ഇന്നലെയും ഇന്നുമായി വന്നിട്ടുള്ള നിക്ഷേപ സന്നദ്ധത അത് സംബന്ധിച്ച വ്യക്തത, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിക്ലറേഷൻസ് ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മന്ത്രി ആ ഒരു വേർഡ് പറഞ്ഞു തന്നെ തുടങ്ങിയത് അല്ലേ, റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. അതായത് ഇതിനെ ഇങ്ങനെ കൊട്ടിഘോഷിക്കാൻ വേണ്ടി ഉണ്ടാവില്ല, പക്ഷേ അപ്പോൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചില എക്സ്പേർട്സ് പറഞ്ഞെന്താണെന്നറിയോ? അവർ പറഞ്ഞത് ഈ എഫേർട്ട് തന്നെ കഴിഞ്ഞൊരു 2 വർഷക്കാലമായി ലോകമുടനീളം നമ്മുടെ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ, മന്ത്രി ഇവരെല്ലാം സഞ്ചരിച്ച് ഒരുപാട് മീറ്റിങ്ങുകളിലൂടെ കേരളത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റുന്ന വിധത്തിൽ പ്രവർത്തിച്ചു. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിലോ വ്യവസായമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചിന്തയെ യഥാർത്ഥത്തിൽ നമ്മൾ പൊളിച്ചെഴുതുന്ന ഒരു വലിയ പ്രക്രിയയുടെ അവസാനമാണ്. അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാക്കി നമ്മളൊരു എക്സർസൈസ് നടത്തുകയല്ല. വലിയ തോതിലൊരു ഹോംവർക്ക് ചെയ്ത് ആളുകളുടെ മനോഭാവമൊക്കെ മാറ്റി അതിനു വേണ്ടുന്നുള്ള നിയമനിർമ്മാണം നിയമസഭയ്ക്കകത്ത് നടത്തി പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് കൃത്യമായിട്ട് നിയമസഭയിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നു. ആ നിയമസഭയിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് സഭാ ഡോക്യുമെൻ്റ് ആക്കി തന്നെ മാറ്റിക്കൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പദ്ധതികളൊക്കെ കേരള സർക്കാർ കൊണ്ടുവരുന്നത് എന്ന് തന്നെയാണ് ഇതിലെ പ്രധാന വസ്തുതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. പ്രധാനമായിട്ടും കേരള സാർ അനശ്വര വിളിക്കുന്നുണ്ട്, കേരള സാർ, കാരണം നമ്മളെ ട്രോളി നശിപ്പിക്കാൻ ജസ്പ്രീതിന്റെ ഏർപ്പാട് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ വേണ്ടിയിരുന്നില്ല എന്ന് അയക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? അയ്യോ, അത് എടുത്ത് കളഞ്ഞതൊക്കെ പറയുന്ന പോലെ എടുത്തുടുത്ത് താരാട്ട് പാടുകയാണ്. അത് പിന്നെ ആ ചങ്ങായി കൊള്ളാം കേട്ടോ, വെച്ചടി കയറ്റമാണ്. രഞ്ജി ട്രോഫി വരെ കേരളം ഫൈനലിലെന്നേ കണ്ടില്ലേ, ചരിത്രത്തിലാദ്യമായിട്ട്. സുനിൽ ഗവാസ്കർ കാസർഗോഡ് വന്ന് പറഞ്ഞു കേട്ടോ, അവിടുത്തെ മുനിസിപ്പാലിറ്റി റോഡിന് സ്റ്റേഡിയത്തിന് അദ്ദേഹത്തിന്റെ പേരിട്ടു ഒക്കെ ചെയ്തു. ആ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു, ഇക്കുറി എൻ്റെ മനസ്സ് കേരളത്തോടൊപ്പമാണ്, കേരളം രഞ്ജി ട്രോഫി ഫൈനൽ വരണം എന്നല്ല, ഫൈനൽ അടിക്കണം, കപ്പടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ അത് കൊള്ളാം. ഇനിയും ഇങ്ങനത്തെ ഐറ്റമൊക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങിയാൽ ഞങ്ങളിങ്ങനെ വളരെ കോമ്പറ്റിറ്റീവായി നിന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കും, കേരളം വേറെ ലെവലാ മോനെ സാറേ എന്ന് നമ്മൾ കൃത്യം പറയില്ലേ.